ഇനി കൺട്രോൾ ഫ്ലാഗ്സിൽ പഠിക്കാനുള്ള രണ്ടെണ്ണം ഇൻട്രപ്റ്റ് ഫ്ലാഗും ഡയറക്ഷൻ ഫ്ലാഗുമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രപ്റ്റ് ഫ്ലാഗ്സിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇൻട്രപ്റ്റ് ഫ്ലാഗ് അവിടെ കാണിച്ചിരിക്കുന്ന മാതിരി 7ാമത്തത് ഇൻട്രപ്റ്റും 8ാമത്തെ ഡയറക്ഷൻ ഫ്ലാഗും ആട്ടോ. ഇൻട്രപ്റ്റ് ഫ്ലാഗ് 1 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻട്രപ്റ്റ്സ് ഇനേബിൾഡ് ആണെന്നാണ്, 0 ആണെങ്കിൽ ഡിസേബിൾഡ് എന്നാണ്. ഇതും ഡിഫോൾട്ടായിട്ട് 0 ആയിരിക്കും. പിന്നെ IF 1 ആക്കി വയ്ക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇൻട്രപ്റ്റ്സ് വരുന്നത്. ഇപ്പം ഒരു ഫിഗർ വരച്ചിരിക്കുന്നത് പോലെ മൈക്രോ പ്രോസസ്സർ ഇൻട്രപ്റ്റ്സ് സെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മൈക്രോ പ്രോസസ്സറിന് ഇൻട്രപ്റ്റ് ചെയ്യപ്പെടുകയാണ് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നാണ് ഇൻട്രപ്റ്റ്സ് വരുന്നത്. ഇൻട്രപ്റ്റ്സിന് നമ്മുടെ പ്രോഗ്രാമർക്ക് തന്നെ ഇൻട്രപ്റ്റ്സിനെ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പല ഇൻട്രപ്റ്റ്സ് വരാം അറ്റ് എ ടൈം. അതായത് പല എക്സ്റ്റേണൽ സോഴ്സ് ഇൻട്രപ്റ്റ് ചെയ്യാം നമ്മളുടെ പ്രോഗ്രാമിനെ. അപ്പം അതിൽ ഏതിനെ ഇനേബിൾ ചെയ്യണം, ഏതിനെ ഡിസേബിൾ ചെയ്യണം, എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ടാപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ടാപ്പ് ചെയ്യുമ്പം ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴും ആക്ച്വലി ഇൻട്രപ്റ്റ്സ് സെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻട്രപ്റ്റ് സെൻഡ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസായിട്ടാണ് അതിൻ്റെ പ്രോഗ്രാം, അതായത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ISR പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻട്രപ്റ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു മോഡ്യൂളുണ്ട്, അപ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്ത്, സ്ക്രീൻ ലോക്ക്ഡ് ആണെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ആ സമയത്ത് ഇൻട്രപ്റ്റ്സ് ഡിസേബിൾഡ് ആണ്. ബൈ ഡിഫോൾട്ടായിട്ട് ഇൻട്രപ്റ്റ്സ് ഡിസേബിൾഡ് ആണ്. പിന്നെ അൺലോക്ക് ആവുകയാണെങ്കിൽ മാത്രമേ ഇതിൽ ഇൻട്രപ്റ്റ്സ്, ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ് റേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതനുസരിച്ച് നമ്മുടെ സ്ക്രീൻ മൂവ് ചെയ്യണ കണ്ടിട്ടില്ലേ, അത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള സർവീസ് റൂട്ടീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം 8086 പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സെറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്, ക്ലിയർ ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള STI CLI എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇൻട്രപ്റ്റ്സ് സെറ്റ് ചെയ്യും ക്ലിയർ ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രപ്റ്റ്സിൻ്റെ കുറച്ചുകൂടി ഒരു ലൈവായിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പോൾ കാറുകളിലൊക്കെ എയർ ബാഗ്സ് വരുന്നത്. ഇപ്പം ആക്സിഡൻ്റ് ആയെന്ന് വിചാരിക്കുക. ആക്സിഡൻ്റ് ആകുമ്പം എയർ ബാഗ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും നമുക്കറിയാം. അതിനുള്ളൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ആ സമയത്ത് AC വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. AC വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആ പ്രോഗ്രാംസ് എല്ലാം ഡിസേബിൾഡ് ആയിട്ട് എയർ ബാഗ് പോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ചെയ്യേണ്ട കാര്യം. അപ്പം അതിനുള്ള ആ രീതിയിലായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. അതൊരു ഇൻട്രപ്റ്റ് റേസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് എയർ ബാഗ്സ് പോപ്പ് ചെയ്ത് വരുന്നത്. ഇത് എക്സാമ്പിൾ ഇൻട്രപ്റ്റ് ഫ്ലാഗ്, അതാണ് നമ്മൾ പഠിച്ചത്. ഇൻട്രപ്റ്റ് ഫ്ലാഗിന് IF = 1 ആണെങ്കിൽ ഇൻട്രപ്റ്റ്സ് ഇനേബിൾഡ് ആക്കാം, = 0 ആണെങ്കിൽ ഡിസേബിൾഡ് ആണ്. ഡിഫോൾട്ടായിട്ട് ഇൻട്രപ്റ്റ്സ് ഒക്കെ ഡിസേബിൾഡ് ആണ്. ഒരു ഇൻട്രപ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസായിട്ടാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ടുള്ള 2 ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗും ക്ലിയർ ഇൻട്രപ്റ്റ് ഫ്ലാഗും, STIയും CLIയും. ഇനി അടുത്തത് ഡയറക്ഷൻ ഫ്ലാഗാണ്. ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെയാണ് ഈ ഡയറക്ഷൻ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതായത് സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെയാണ്. ഇപ്പം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, വേർഡൊക്കെ ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ടല്ലേ. കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണത്, ഒരു അഡ്രസ്സ് തൊട്ട് വേറെ അഡ്രസ്സ് വരെയുള്ള എന്തൊക്കെയാണോ ഡേറ്റയാണോ അതേപടി കോപ്പി ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പം നമ്മൾ സ്ട്രിങ് ഡേറ്റ ആയിട്ടാണ് അതിന് മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഈ ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പം പ്രോഗ്രാമർക്കാണ് ഏതൊക്കെ രീതിയിൽ ആ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രോഗ്രാമറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും ലോവർ മോസ്റ്റ് അഡ്രസ്സിലിരിക്കുന്ന കണ്ടൻറ്റ് എന്താണോ അത് മൂവ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ആൻഡ് സോ ഓൺ അപ് ടു ലാസ്റ്റ് അഡ്രസ്സ്, ആ അഡ്രസ്സ് വരെയുള്ളതാണ് അവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ആരോ കാണിച്ചിരിക്കുന്നുണ്ടോ, ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷനായിട്ട് എടുത്തിട്ട് ഒരു ലൂപ്പിൽ കൊടുത്താൽ മതി. ഇന്ന അഡ്രസ്സിൽ നിന്ന് വേറെ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യുക, അതാണ് അവിടെ കോപ്പി പേസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ അതായത് ലോവർ മോസ്റ്റ് അഡ്രസ്സിൽ നിന്ന് ഹയർ മോസ്റ്റ് അഡ്രസ്സിലേക്ക് വരികയാണെങ്കിൽ അത് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡിലാണ്. അപ്പം ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് DF ഫ്ലാഗ് 0 ആയിരിക്കും. ഇനി ഓട്ടോ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ
എങ്ങനെയാണ് അതായത് മൂവ് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴേക്കാണോ, അതായത് ലോവർ മോസ്റ്റ് അഡ്രസ്സിൽ നിന്ന് ഹയർ മോസ്റ്റ് അഡ്രസ്സിലേക്കാണോ, അതോ ഹയർ അഡ്രസ്സിൽ നിന്ന് ലോവർ അഡ്രസ്സിലേക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ മൂവ് ചെയ്യണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണോ ഓട്ടോ ഡിക്രിമെൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓട്ടോ ഡിക്രിമെൻ്റ് ആണെങ്കിൽ ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ചെയ്യും. നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ ഇത് കൂടുതലായിട്ട് പഠിക്കും. ബ്ലോക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യാറ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇതും നമ്മൾ ഏത് രീതിയിൽ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ളത് ആ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പം കൺട്രോൾ ഫ്ലാഗ്സ് ഏതൊക്കെയാണ്, നമ്മളൊന്ന് ഇൻട്രപ്റ്റ് ഫ്ലാഗ് പഠിച്ചു, ഡയറക്ഷൻ ഫ്ലാഗ് പഠിച്ചു, പിന്നെ ട്രാപ്പ് ഫ്ലാഗ് പഠിച്ചു. ഇത് 3 കൺട്രോൾ ഫ്ലാഗ്സ്. അപ്പോൾ മൊത്തം 9 ഫ്ലാഗാണ്. അപ്പോൾ അത് മാർക്സ് അനുസരിച്ച് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതണം എന്നുള്ളത് ആലോചിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ.